പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി CPM-നുള്ള തിരിച്ചടിയെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ MP. CPM തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കൊലപാതകമാണെന്നും പാർട്ടിക്ക് പങ്കില്ലെന്ന കള്ളം ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. വിധി വന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിധി അവർക്കെതിരെ വരാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മുഖ്യമന്ത്രി പദം ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്ത് ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച പിണറായി വിജയനും കൂടിയുള്ള വിധിയാണിതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു സംഘട്ടനത്തിലോ ഒരു സംഘർഷത്തിലോ ഉണ്ടായതോ അല്ല. സ്ഥലവും നാളും തീയതിയും സമയവും കുറിച്ച് ആളുകളെ തീരുമാനിച്ച് അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് പാർട്ടി പ്ലാൻ ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി തിരക്കഥ എഴുതി CPM അഭിനേതാക്കളെ വിട്ട് CPM സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPM-ന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ശിക്ഷയുടെ കാഠിന്യം അതിനെ സംബന്ധിച്ചുള്ള നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾക്കും ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ഈ 4 പേര് CPM നേതാക്കളാണ്. 10,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. എറണാകുളം പ്രത്യേക CBI കോടതി ജഡ്ജി ശേഷാദ്രിനാഥാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിധിയിൽ തൃപ്തരല്ലെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. മുൻ ഉദമ MLA-യും CPM നേതാവുമായ KV കുഞ്ഞിരാമൻ അടക്കം 14 പേരാണ് കുറ്റക്കാരെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതികൾ കോടതിയിൽ വാദിച്ചത്. കുഞ്ഞിരാമന് പ്രായമായ അമ്മയുണ്ട്, അതുകൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതികളാക്കപ്പെട്ട പലർക്കും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പ്രതികൾ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയ എറണാകുളം പ്രത്യേക CBI കോടതി കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയായിരുന്നു. കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17-നാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമ സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു ശരത് ലാൽ മരിച്ചത്. CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും കോടതി അന്വേഷണം ശരിവെക്കുകയായിരുന്നു.